മതസൗഹാർദ്ദം ഉണ്ട് കേട്ടോ. മക്ബുലിക്കേക്ക് എടാ അല്ലടാ, ഇത് 60 എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ഒറിജിനൽ പ്രായത്തെക്കാട്ടും കുറവാണ്. കഴിഞ്ഞ പടത്തിന് വേണ്ടി ഡൈ ചെയ്തിട്ട് ഈ പടത്തിന് വെള്ളയാക്കിയിരുന്നു. ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞു. ഷാജോൻ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലം ഷാജോൻ വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറാണ്. ഇത് ഇപ്പോഴും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്, നോക്കി അറിയാം. ഞാൻ പെട്ടെന്ന് ലാലേട്ടൻ വന്നു. ആ അല്ല, ഞങ്ങള് പെട്ടെന്ന് ഓർത്തതേ ലാലേട്ടൻ എത്തിയിരിക്കുന്നു. എല്ലും കപ്പ ഉണ്ടാക്കിയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്നു. വിനുവിന് കൊടുത്തപ്പോഴത്തേക്കും അതിൽ എല്ലില്ലായിരുന്നു, ഇറച്ചിയില്ലായിരുന്നു പറഞ്ഞ് എന്നെ ലൊക്കേഷനിൽ നിലത്തടിച്ച് വീഴ്ത്തി. ഒറിജിനലായിട്ട് വീണുണ്ടോ ചോദിച്ചു നോക്ക്. ഞാൻ അടുത്ത് പോയി മുഖത്ത് നോക്കി തെറി വിളിച്ചു. കട്ട് കഴിഞ്ഞ് തിരിച്ച് നേരെ വന്ന് ഞാനെന്തോ അറിയണില്ല, ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നില്ല കേട്ടോ, ഞങ്ങൾ അല്ലാതെ പറയുന്നത്. ട്രെയിലർ കണ്ട സമയത്ത് എഡിറ്റർ പറഞ്ഞു, ഹേ ഇതിനകത്ത് വിജയ് സേതുപതി ഉണ്ടോ? ഞാൻ മോളെ എനിക്ക് അത്യാവശ്യമായിട്ട് ആരംഭം പഠിക്കുന്നത്. എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഗുമസ്തൻ മൂവിയുടെ വിശേഷങ്ങളുമായി ബിബിൻ ചേട്ടൻ, ജയ് ചേട്ടൻ, മക്ബൂലിക്ക, സ്മിനി ചേച്ചി ആൻഡ് റോണി ചേട്ടൻ. മതസൗഹാർദ്ദം ഉണ്ട് കേട്ടോ. മക്ബുലിക്കേക്ക് ഞാൻ എല്ലാം അപ്പം ഗുമസ്തൻ ഒരു ഗുമ്മുള്ള പേര് തന്നെ, ഗുമസ്തൻ. അപ്പം ഞാൻ ഗുമസ്തൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു, റിപ്പീറ്റ് ആയിട്ട് തന്നെ ട്രെയിലർ കണ്ടു. അപ്പം ഭയങ്കര ഒരു, അതായത് ഇപ്പം കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് ട്രെയിലറിൽ എല്ലാവരും തന്നെ. അപ്പം ആരാണ് ഗുമസ്തൻ, എന്താണ് ഗുമസ്തൻ? അല്ല, എന്നെ തള്ളിയ പറയാൻ മറിക്കാൻ വേറെ ആരും ഞാനാണ് ഗുമസ്തൻ. പിന്നെ ഗുമസ്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, അതായത് സ്ഥിരമായി കോടതിയും അതനുസരിച്ച് അല്ലെങ്കിൽ എന്താ പറയാ, വക്കീലിന്റെ കൂടെ പടത്തിന്റെ പ്രൊമോഷൻ കയറി ഇറങ്ങുന്ന പോലെ. അതായത് എന്താ പറയാ, 16-ാമത്തെ വയസ്സിൽ ഗുമസ്ത പണി തുടങ്ങിയ ഒരാളാണ്. ഇന്ന് അദ്ദേഹത്തിന് 60 വയസ്സോളം പ്രായമുണ്ട്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ഇത്തരം ക്രിമിനൽസുമായിട്ടും അല്ലെങ്കിൽ ഇത്തരം അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കേസുകളുമായിട്ടും ജോലി. ക്രിമിനൽസ് ഉദ്ദേശിച്ച വക്കീലന്മാരാണോ? അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസ് ആണ് ഇതില് ഗുമസ്തൻ എന്ന് പറയുന്നത്. ഇതില് ബിബിൻ ചേട്ടന്റെ അച്ഛനായിട്ട് ഉള്ള കഥാപാത്രമാണ് ജയ്സേട്ടൻ. അപ്പൊ ജയ്സേട്ടൻ എന്താണ് മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ലോ. സത്യം, അതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു. 16 വയസ്സിൽ തുടങ്ങിയതാ. 60-ാമത്തെ വയസ്സിലാണ് ഉള്ള ഇതാണ് അഭിനയിക്കുന്നത്. അതായത് ചെറുപ്പമായിട്ട് അഭിനയിക്കുന്നത് പുള്ളി. എടാ അല്ലടാ, ഇത് 60 എന്ന് പറയുന്നത് ഇപ്പൊ ഉള്ള ഒറിജിനൽ പ്രായത്തെക്കാട്ടും കുറവാണ്. കഴിഞ്ഞ പടത്തിന് വേണ്ടി ഡൈ ചെയ്തിട്ട് ഈ പടത്തിന് വെള്ളയാക്കിയിരുന്നു. ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞു. സ്മിനുവിന് മേക്കപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം പക്ഷെ നമുക്ക് ഒരു മാസത്തോളം വീട്ടിലിരുന്ന് ബിബിൻ ചേട്ടാ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ജയ്സേട്ടനെ അച്ഛാന്ന് വിളിക്കേണ്ട വന്നില്ലേ ഈ സിനിമയ്ക്കകത്ത്? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അച്ഛാ വിളിക്കേണ്ടി വന്നില്ലേ? അപ്പാന്ന് വിളിച്ചില്ല. അപ്പം ജയ്സേട്ടനെ സാധാരണ ഇപ്പം എടാ പോടാ അങ്ങനെയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചേട്ടാന്ന് വിളിച്ചിട്ട് ചേട്ടാന്ന് വിളിച്ചിട്ട് ഇപ്പം ലൊക്കേഷനിൽ ചെന്നിട്ട് അപ്പ എന്ന് വിളിക്കുമ്പം പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒക്കെ മാറിപ്പോയോ? അതായത് അങ്ങനെ വിളിക്കേണ്ട അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉള്ള സ്പേസ് ഞങ്ങൾ തമ്മിലുള്ള ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കംഫോർട്ടും ആയിരുന്നു. പുള്ളിയായിട്ടുള്ള എല്ലാ സീനുകളും നല്ല ഇമോഷണലി കണക്ഷൻ സീനുകളാണ്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഈ ഗിറ്റാർ. അത് തന്നെ, അത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പൊ അത് ഭാഗ്യത്തിന് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. അതിൽ നല്ലൊരു പാട്ടും കിട്ടിയല്ലോ. അതായത് സ്റ്റീഫൻ ദേവസിയുടെ ഒരു സോങ് ഉണ്ട്, നല്ലൊരു പാട്ടായിരുന്നു. കാരണം ഇപ്പം ബിബിൻ ചേട്ടന്റെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ പാട്ടുകളും വെടിക്കെട്ടിലാണെങ്കിലും മാർഗംകളിയിലാണെങ്കിലും ഒക്കെ സോങ്സും ഭയങ്കര ഇതായിരുന്നു. അപ്പം ഗുമസ്തനിലും അതുപോലൊരു പാട്ട് തന്നെ നമ്മൾ കണ്ടിരുന്നു. അതും വലിയൊരു അനുഗ്രഹമാണ്, ലക്കാണ്.
അല്ലേ ഒരു ആർട്ടിസ്റ്റിന് നല്ല പാട്ട് കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ബാഡ് ബോയ്സ് ഇപ്പം തിയേറ്ററിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അടുത്തൊരു മൂവിയും വരുന്നു. അപ്പൊ ആ ഒരു സന്തോഷം എങ്ങനെയാണ്? അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഒന്ന് ഇങ്ങനെ അടുപ്പിച്ചൊന്നും പടങ്ങൾ ചെയ്യൽ കുറവാണ്. ഞാൻ എപ്പോഴും എഴുത്തിന്റെ പരിപാടിയായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ ഈ പടം കളിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ പടം വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. കറക്റ്റ് 2 സ്മിരു ചേച്ചി, ഈ ഒരു ലൊക്കേഷൻ എടുക്കുവാണെങ്കിൽ എല്ലാവരും കൗണ്ടേഴ്സിന്റെ ആൾക്കാരാണ്. ബിബിൻ ചേട്ടനാണെങ്കിലും ജെയ് ചേട്ടനാണെങ്കിലും ഇപ്പൊ അസീസൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു ലൊക്കേഷനിൽ ഇവരൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ ലൊക്കേഷനിൽ? അവിടുത്തെ ഏറ്റവും വലിയ അലമ്പായിരുന്നു കേൾക്കുന്നത്. എന്നോട് കൗണ്ടർ അടിക്കുന്ന ആളാണ്. പിന്നെ ഞങ്ങളെക്കാളും ഇഷ്ടം ധ്യാൻ ശ്രീനിവാസനാണ്. ഹെഡ് മാസ്റ്ററിന്റെ അടുത്താണ് കുട്ടികളെ കുറിച്ച് ചോദിച്ചത്. ചോദിച്ചു റോണി ചേട്ടന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. റോണി ചേട്ടൻ എങ്ങനെയായിരുന്നു? ഞാനല്ല ഹെഡ് മാസ്റ്റർ. എനിക്ക് കൂടുതൽ ഷാജുവിന്റെ എനിക്ക് കോമ്പിനേഷൻ ഫുള്ള്. ഷാജുവിന്റെ ഞാൻ തമ്മിൽ കൂടുതൽ ഷാജുവിന്റെ ആദ്യമായിട്ട് ചെയ്യണത്. ഷാജുവിനും ഞാനും തമ്മിലുള്ള കോമ്പിനേഷൻ ആണ്. അപ്പൊ ഷാജുവിന് നമ്മള് ഷാജുചേട്ടൻ വന്നിട്ടുണ്ട്. ഷാജുചേട്ടൻ നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലം ഷാജുചേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടറാണ്. നമ്മളിപ്പോ അനശ്വരൻ രാജുവിനെ കുറിച്ച് പറഞ്ഞില്ല. നമ്മൾ നോക്കുമ്പോൾ പ്രായമുണ്ട് ഷാജുചേട്ടനെന്ന് ആണോ. അപ്പോ ഷാജുചേട്ടൻ നമുക്ക് പലപ്പോഴും ഈ ലാൽ സാറിനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് സാമ്യം തോന്നും. ഷാജുചേട്ടൻ പണ്ടൊരു അത് ശരിയാ. ഇത് ഇപ്പോഴും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. നോക്കിയറിയാം. ലാലേട്ടൻ വന്നു. അല്ല ഞങ്ങള് പെട്ടെന്ന് ഓർത്തതേ ലാലേട്ടൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം വർഷങ്ങളോളം അത് ചെയ്ത് അതിൽ നിന്ന് പിന്നെ തിരിച്ച് ഈ പടത്തിൽ എനിക്ക് കുറെ കോമ്പിനേഷൻസ് നന്നായിട്ട് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്കായിട്ട് തോന്നിയത്. പിന്നെ ഞാൻ അവസാനം ഞാൻ ഡയറക്ടറുടെ അടുത്ത് ചോദിച്ചു എന്ന് വെച്ചാല് ഭയങ്കര രസമായിട്ടുണ്ടല്ലോ. കാരണം ഷാജുവിന്റെ ഒരു ഗെറ്റപ്പും പരിപാടിയും ഒരു നമ്മള് ദൃശ്യത്തിലെ സഹദേവ് എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നല്ല. പക്ഷെ എന്നാലും അതോടെ സാമ്യമുള്ള അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഇയാള് നെഗറ്റീവ് ആസ്പെക്ട് ഒരാളല്ല, വളരെ പോസിറ്റീവ് ആസ്പെക്ടുള്ള ആളാണ്. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ശിവരാമൻ. അറിയോ? ഷാജുവിനെന്ന് അറിയുമെന്ന് എനിക്കറിയില്ല. ഷാജുവിനെ എന്തായാലും ഡബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറേ തന്നെ പറ്റാത്ത കുറച്ച് പോർഷൻ ജെയ്സൺ ഡബ് ചെയ്തിട്ടുണ്ട്. ജെയ്സൺ എല്ലാ ദിവസവും പോയിട്ട് ഡബ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഓരോ പോർഷൻസ് ജെയ്സിട്ട് കാണാം. ജെയ്സ് പറയും റോണിയുടെ ആ പോർഷനിലത്തെ മോഡുലേഷൻ എനിക്ക് ഒന്നൊരു ഡബ് ചെയ്താൽ കൊള്ളാറുണ്ട്. അങ്ങനെ എന്റെ കുറച്ച് പോർഷൻ പുള്ളി ഡബ് ചെയ്യും. അതെ അതെ അത് കട്ട് ചെയ്തേക്കാം. അതറിയാതെ പറഞ്ഞു പോയതാണ്. അത് എഡിറ്റ് ചെയ്ത് അല്ല ജയ്സേട്ടൻ സിക്കാടയുടെ മൂവിയുടെ പ്രൊമോഷൻ വന്ന സമയത്ത് പറഞ്ഞു, ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് രാവിലെ ഞാൻ അഭിനയിക്കുന്നു, രാത്രിയില് ഫുഡ് അവർക്ക് കൊടുത്തിട്ടാണ്. അപ്പൊ എനിക്ക് ഡബിൾ ഇതായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ അഭിനയിക്കുമ്പോഴാണെങ്കിൽ ഇവിടെ ഞങ്ങള് കഥയുടെ ഡിസ്കഷൻ ടൈമിലായിരുന്നു. അത്ര വ്യത്യാസമുള്ളൂ. അല്ല ഇവിടെ എങ്ങനെയായിരുന്നു ജയ്സേട്ടന്റെ ഫുഡൊക്കെ കിട്ടിയിരുന്നോ സെറ്റില്? എനിക്ക് കിട്ടിയത് നല്ല ഫിഷ് തവ ഫ്രൈ ആയിരുന്നു. നമുക്ക് എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് എനിക്ക് കിട്ടിയത് ഇറച്ചിയില്ലാത്ത കപ്പയല്ലോ. ഇറച്ചിയില്ലാത്ത കപ്പയോ? എല്ലും കപ്പ ഉണ്ടാക്കിയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്നു. വിനുവിന് കൊടുത്തപ്പോഴത്തേക്കും അതിൽ എല്ലില്ലായിരുന്നു, ഇറച്ചിയില്ലായിരുന്നു പറഞ്ഞ് എന്നെ ലൊക്കേഷനിൽ നിലത്തടിച്ച് വീഴ്ത്തി. ഒറിജിനൽ ആയിട്ട് വീണുണ്ടോ ചോദിച്ചു നോക്ക്. വലിച്ചിട്ട് നിലത്തടിച്ച് ക്യാമറ സൈഡിൽ വീണു. അതും ദേഷ്യമായിരുന്നു. ദേഷ്യം അതായിരുന്നു. ഒരു തെറി വിളിക്കുന്ന, അതായത് പുള്ളിക്കാരി ചീത്ത വിളിക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ചീത്ത വിളിക്കുന്ന സീൻ കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടാമത് വിനുവിന്റെ ഏരിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയുടെ ഒന്ന് ഉറക്കം വിളിക്കാൻ പറഞ്ഞു. ഞാൻ അടുത്ത് പോയി മുഖത്ത് നോക്കി തെറി വിളിച്ചു. കട്ട് കഴിഞ്ഞ് തിരിച്ച് നേരെ വന്ന് ഞാനെന്തോ അറിയണില്ല. ഞാൻ അതാണ് സ്മിത ചേച്ചി. ഇവിടെ പാവം ഒരാള് കൈ അങ്ങോട്ട് കോർത്ത് ഇങ്ങനെ വിടുത്തിട്ട് ബലം പിടിച്ച് നിൽക്കുക. മക്ബൂലിക്ക അപ്പൊ നമ്മൾ ഗുമസ്തനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം മക്ബൂലിക്കയാണ് ഇടയ്ക്കിടയ്ക്ക് സിനിമകളിൽ ഗ്യാപ്പ് എടുക്കുന്നു, അങ്ങനെ വരുന്നൊരു ആക്ടർ കൂടിയാണ്. അപ്പൊ ഗുമസ്തനിലേക്ക് എങ്ങനെയാണ് മക്ബൂലിക്ക എത്തുന്നത്? ജയ്സേട്ടനാണ് ഫസ്റ്റ് വിളിക്കുന്നത്. പേരാണ് ഇത്ര ഓർത്ത് പറഞ്ഞത്. ക്യാരക്ടറിന്റെ പേരാണ് മനസ്സിലായത്. അല്ല ഞാൻ
ജയ്സേട്ടനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ മനഃപൂർവ്വമായിട്ട് എടുക്കുന്ന ഗ്യാപ്പുകളുണ്ട്, മനഃപൂർവ്വം അല്ലാതെ ഈ പറഞ്ഞ നല്ല സാധനം നല്ല ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തെടുക്കുന്ന ഗ്യാപ്പുകൾ. അതേപോലെ തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജയ്സേട്ടൻ ഒരു ദിവസം എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ ടീമുകളൊക്കെ നമുക്ക് മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോഡ്ജാൻ്റെ കൂടെ ഞാൻ അസുരവിത്ത് കഴിഞ്ഞിട്ട് ചെയ്തു. പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് റോഡ്ജാൻ്റെ കൂടെ, ഷാജാൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്, ബിബിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണോടാ നമ്മള് ഒരു പടം ചെയ്തില്ലേ കേരള ടുഡേ. കുറേ നാളുകൾക്ക് ശേഷം വിനിച്ചേച്ചിയുടെ കൂടെ ഫസ്റ്റ്. അപ്പൊ നമ്മൾ സിനിമയിൽ കണ്ട് നമ്മളെപ്പോഴും ഓക്കെ ഇവരുടെ കൂടെയൊക്കെ നമുക്ക് സ്ക്രീനിൽ വരാൻ സാധിച്ചിട്ടുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയും കൂടി. പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. സിനിമയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ നല്ല സിനിമയുടെ ഒരു ഭാഗമാകുക എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു ഈ സിനിമ ചെയ്യുമ്പോൾ. ഗുമസ്തനിലേക്ക് വന്നു. പിന്നെ എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഡയറക്ടർ അമലാണെങ്കിലും എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. എല്ലാവരെയും അറിയുന്നതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഒരു നല്ല സിനിമയുടെ ഭാഗമായി നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഞാൻ വെയിറ്റ് ചെയ്തതിനും ഞാൻ കാത്തിരുന്ന സിനിമ തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ ബിബിൻ ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വന്നൊരു ആക്ടർ, ഇപ്പം മലയാള സിനിമയുടെ തന്നെ വാഗ്ദാനമായിട്ട് മാറിയൊരു ആക്ടറാണ് ബിബിൻ ചേട്ടൻ. കാരണം എല്ലാ സിനിമകളും എടുക്കുകയാണെങ്കിലും ഇപ്പോൾ വെടിക്കെട്ട്, മാർഗ്ഗങ്ങൾ, ഏത് സിനിമകൾ നോക്കുകയാണെങ്കിലും ബിബിൻ ചേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ അതിലുണ്ട്. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു ജേണി, അതായത് ആക്ടറായിട്ട് വന്നൊരു ജേണി, ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു, ഈ ഒരു ജേണി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ജേണി നോക്കുകയാണെങ്കിൽ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ജീവിതത്തിലെല്ലാം ഒരു പേജിൽ നമ്മൾ എഴുതുമ്പോൾ നേട്ടങ്ങൾ ആണെങ്കിൽ അത് ഫുള്ള് നേട്ടങ്ങൾ തന്നെയാണ്. എനിക്ക് എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ഞാൻ എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് എല്ലാം ബോണസായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു ബാലികേറാമല തന്നെയായിരുന്നു. അപ്പോൾ അതിൽ വന്നു എഴുതിയ സിനിമകൾ നന്നായി പോയി. പിന്നെ ഈ പറഞ്ഞ ഹീറോ ആയിട്ടൊക്കെ അത് അല്ലടാ, നന്നായി പോയിന്ന് വെച്ചാൽ നന്നായി ഓടിയെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എനിക്കിപ്പോഴും ഏറ്റവും വലിയ നന്ദി ആരോടാന്നറിയാം, നാദർഷിക. ഇപ്പൊ നാദർഷിക നമ്മൾ അമരകപുരം കൂടി വന്നു, അത് അങ്ങനെ ഉണ്ട്, അതിലൊരു മാറ്റമില്ല. പക്ഷെ ഷാഫി സാറിന്റെ കാര്യം, ആൽവിൻ ചേട്ടന്റെ കാര്യം എടുത്തു പറയാണ്ട് ഉറപ്പായിട്ടും. നിങ്ങളിപ്പോ പറഞ്ഞ പടങ്ങളൊക്കെ അല്ലെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പോലെ ഒരാളെ അങ്ങനെ ഒരു സങ്കല്പിക്കാൻ അദ്ദേഹത്തിന് പറ്റി എന്നുള്ളതാണ്. അതുവരെ പുള്ളിയെ എല്ലാവരും വലിയ വലിയ സ്റ്റാറുകളുടെ പടമായിരുന്നു ഷാഫി സാറ്. ആദ്യമായിട്ടൊരു പുതുമുഖത്തിനെ എടുത്തത് അത് എനിക്ക് മരിച്ചാലും മറക്കാൻ പറ്റാത്ത അത്രയും ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് എല്ലാം ഇപ്പൊ ഗുമസ്തൻ കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യമാണ്. ബാഡ് ബോയ്സ് ചെയ്തു, എല്ലാം ഭാഗ്യത്തിലാണ് ഞാൻ പെടുത്തിയിരിക്കുന്നത്. ഭാഗ്യം മീൻസ് അതിൻ്റെ ഒപ്പം എൻ്റെ ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ഭാഗ്യത്തിന് മുൻതൂക്കം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. നമുക്ക് നല്ലത് വന്ന് നമ്മളിലേക്ക് ചേരണ്ടേ, അത് വലിയ കാര്യമായിട്ട്. ബിബിന്റെ കേസിൽ ബിബിൻ ഇങ്ങനെ വളരെ തന്മയത്വമായിട്ട് പറഞ്ഞെങ്കിൽ പോലും ബിബിന്റെ കേസിൽ ഒരിക്കലും ഞാൻ ഭാഗ്യത്തങ്ങ് മുൻതൂക്കം കാണാത്തൊരു വ്യക്തിയുള്ള ഒരാളാണ്. അവർക്ക് മാത്രമല്ല, കാരണം പുള്ളി അമർ അക്ബർ ആന്റണി പറയുന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആർട്ടിസ്റ്റുകൾ മറ്റേ രാജു, ജയേട്ടൻ, ഇന്ദ്രേട്ടൻ, ഇവരൊക്കെ ഒരു ആദ്യം ആലോചിക്കണം. ഇവർ ആദ്യമായിട്ട് എഴുതുന്ന സിനിമ ആസിഫ്, ഓക്കെ, ഒരു പോർഷൻ. അപ്പൊ ഇവര് മൂന്ന് പേരെ കൊണ്ടുവരിക, അത് ത്രൂ ഔട്ട് ഇവരെല്ലാരും തമ്മിലുള്ള പ്ലേ, ചില്ലറ പരിപാടിയല്ല, ത്രൂ ഔട്ട് പ്ലേ. അതെന്ന് വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടം. അത് എല്ലാ സീനിലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് കൗണ്ടേഴ്സ് കാര്യങ്ങൾ. പിന്നെ ആ സമയത്ത് രാജുവിന് ഒരുപാട് പേര് ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞ് ട്രോളുന്ന സമയത്ത് ആ ഇംഗ്ലീഷ് പറയിച്ച് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് കൈയടി വാങ്ങിയവരവർ. അതുകൊണ്ട് ബിബിന്റെ കേസ് ഞാൻ ഒരിക്കലും ബിബിന് വളരെ എന്താ പറയാ, ഒരു ഭാഗ്യത്തിനേക്കാളും ഒരു ബിബിനായിട്ട് തന്നെ നെയ്തെടുത്ത വല തന്നെയാണത്. ബിബിനായിട്ട് തന്നെ നെയ്തെടുത്ത്, ബിബിനായിട്ട് തന്നെ അതിന്റെ എഫേർട്ട് ഇട്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മള് ബാഡ് ബോയ്, ഇപ്പൊ ബിബിൻ നേരത്തെ പറഞ്ഞ തന്നെ സോങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാഡ് ബോയ്സിനാണെങ്കിൽ പോലും നമ്മള് അങ്ങനെ ഒരു ഹാൻഡിക്യാപ്പുള്ള ഒരാളാണ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പോലും തോന്നുന്നില്ല. ടൈമിങ് പറയുന്നതിനുള്ള കാര്യങ്ങൾ ബിബിൻ, അത് മൂവി മാത്രമല്ല, എവിടെയും ബിബിൻ വന്ന കളം മാറി. അതായത് നല്ല നമ്മളോട് സംസാരിക്കുന്ന എനർജി ലെവല് വേറെ ലെവലാണ്. സ്റ്റേജിലാണെങ്കിലും അത് ബിബിൻ ചേട്ടനോട് സംസാരിക്കുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പം ബിബിൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെറുതെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ ഫേസ് കണ്ടിട്ട് ജാടാന്നൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങനെ പറഞ്ഞു. അത് റിയൽ ആണെന്ന്
അല്ല അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ പക്ഷേ അല്ല അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഇപ്പം പബ്ലിക്കിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്ക് പബ്ലിക്കിലൊന്നും ഒരു ഇതില്ല. അമ്മമാർക്കൊക്കെ കുറെ പേർക്ക് ഞാനേ ഭയങ്കര വിപിന്റെ കാര്യം പബ്ലിക് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറയണേ. എനിക്ക് എന്നോട്ട് കണക്ട് ആവുന്ന പറഞ്ഞു. ഞാൻ ഒബ്രോണില് ടിക്കറ്റ് വാങ്ങുന്നത് ഇപ്പൊ ഒരു 6 വർഷം മുമ്പാണ്. അപ്പോൾ 6 വർഷമല്ല, അതിനും മുമ്പായി. അപ്പോൾ അതിനും മുമ്പാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള പടത്തില് അർജുൻ നന്ദകുമാറും ഞാനും ഉണ്ട്. അപ്പൊ അർജുൻ നന്ദകുമാറാണ് അവസാനത്തെ പോർഷനിലും. ശരിക്കും പറഞ്ഞാൽ പുള്ളിയാണ് മെയിൻ വില്ലൻ, ഡ്രാമയുടെ പോർഷനൊക്കെ. അപ്പൊ ഈ അർജുൻ നന്ദകുമാറിന്റെ അപ്പിയറൻസും എനിക്കൊരു വിഗ്ഗൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ സെപ്പറേറ്റ് ഒരു വിഗ്ഗൊക്കെ എനിക്ക് വേണ്ടി ചെയ്യിച്ച് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് വെച്ചാൽ. അപ്പോൾ ഈ പോപ്കോൺ വാങ്ങാൻ നിൽക്കുന്നുണ്ടല്ലോ ഒരാള് എൻ്റെ അടുത്ത് ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹലോ ഈ ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങൾ നന്നായിരുന്നു കേട്ടോ, യു ആർ വെരി ഗുഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായി അർജുന് എന്നെ നമ്മൾ കൺഫ്യൂസ് ആയിരുന്നു. ഞാനിങ്ങനെ ഇത് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്, കാരണം അർജുന് കിട്ടേണ്ട ഒരു കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഞാൻ പുള്ളി എടുത്ത് 2 സ്റ്റെപ്പ് വിളിച്ച് ഞാൻ പറഞ്ഞു, സർ അത് ഞാനല്ല കേട്ടോ, സാറിന് ആള് മാറിപ്പോയതാണ്, ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പെട്ടെന്ന് ഈ എളിമ ഈ വിനയം നിങ്ങൾ വിവരങ്ങളിലെത്തിക്കും. അപ്പൊ ഞാന് അല്ല സർ മനസ്സിലായി, ഈ എളിമയാണ് പലർക്കും ഇല്ലാത്തത്, വെരി ഗുഡ്. ഞാന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പുള്ളിക്ക് എന്നെയും മറ്റേ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, നമ്മൾ അത്രയും ചെറുതാണ്. അല്ല, ഇത് എപ്പോഴും ഈ ചെറിയ വേഷങ്ങൾ തുടങ്ങുമ്പോഴുള്ള ഒരു വേറെ ഇതുണ്ട്. അതായത് ഞാൻ റോൾ മോഡലിൽ അഭിനയിച്ചായിരുന്നേ. അപ്പൊ റോൾ മോഡലിൽ ഞാനായിരുന്നു വില്ലൻ, ഫഹദിന്റെ വില്ലൻ. അതിൽ നല്ല കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ അമ്മച്ചിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റൂലായിരുന്ന, കാരണം അങ്ങനത്തെ ഒരു വിഗ് വെച്ചേച്ചത് ഭയങ്കര വേറൊരു ഇതിലായിരുന്നേ. ഞാനീ ഞാന് ദുൽഖറിന്റെ വില്ലനായിട്ട്. അല്ല, അതിന്റെ കോമഡി എന്താന്ന് അറിയാമോ ഏട്ടാ, ഇത് കട്ടപ്പനയൊക്കെ ഷൂട്ട് നടക്കുന്ന സമയം. അപ്പൊ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല എന്റെ മുഖം ആളുകൾ തിരിച്ചറിയണമെന്ന്. അവന് പോലും മനസ്സിലായില്ലേ. പക്ഷെ എന്താ തമാശ എന്ന് പറഞ്ഞാല്, ഞാൻ റോൾ മോഡൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസറിനെ വിളിച്ചു. ഒരു ഓഫീസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്നിങ്ങനെ തിരിച്ചറിയുള്ളത് പുള്ളിയപ്പേ സീരിയസ് ആയിട്ട് പറയാം, ഇതിനൊരു കാര്യം ചെയ്യൂ, കലൂര് പഠന നിഷേധിന്റെ മേക്കപ്പ് സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് ആ വിഗ് വെച്ചിട്ട് ഒബ്രോമോളിലൊക്കെ പോയി ഇങ്ങനെ നിക്കാൻ. അല്ല, എനിക്ക് ഇപ്പൊ പറഞ്ഞ നേരത്തെ നമ്മുടെ ഈ നന്ദി കണക്ട് ചെയ്യുമ്പോൾ ഓഫീസറിന്റെ പേര് പറയാൻ പറ്റില്ല, കാരണം ഈ വെൽക്കം ടു സെൻട്രൽ ജയിലിൽ ഒരു ദിലീപിന്റെ തല്ലുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഈ റോൾ മോഡലിൽ പുള്ളി വിളിക്കുന്നത്. ആ റോൾ മോഡലിലെ ഫൈറ്റ് കണ്ടിട്ടാണ് ബോംബ് കഥ ആ പിള്ളേർക്ക് വേണ്ടി എഴുതിക്കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഇതെല്ലാം. അമർ അക്ബറിലെ വിഷ്ണുവിന്റെ ഒരു സീനല്ലേ, ഒറ്റ സീനേ ഉള്ളൂ. ഗോൾസു മറ്റേ ഗോൾസു പാർക്കിങ്ങിൽ ഞങ്ങൾക്ക് ഒറ്റ സീൻ മതി എല്ലാരും ഞെട്ടിക്കാന്നുള്ള. അല്ല, വേറെ കാര്യമുണ്ട്, അത് ബുദ്ധിബോധമില്ലാത്തല്ല, അവരെന്നെ എഴുതിയ പടത്തിൽ അവർക്ക് എന്ത് മാത്രം ലേറ്റ് ചെയ്യണം, അത് മറന്നുപോയല്ലേ, അത് എഴുതിയത് അവന്മാരാ. അല്ല, പ്രേക്ഷകരെ ഞെട്ടിക്കണമെങ്കിൽ അത് കൊടുത്തപ്പോഴേ അവർ പറഞ്ഞു അത് ഞങ്ങളാ ചെയ്യുന്നത്. ഇപ്പൊ സ്മിനു ചേച്ചിനെ നോക്കുവാണെങ്കിലും ഇപ്പം അമ്മ റോളാണെങ്കിലും ഭയങ്കര ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരെ പോലെ അങ്ങനത്തെ റോളുകളാണ് ഇപ്പം ചെയ്യാറുള്ളത്. സ്മിനു ചേച്ചി ശരിക്കും അല്ല ഇപ്പൊ സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പൊ ചില നടിമാരൊക്കെ ആണെങ്കിലും അഭിനയിക്കുമ്പോൾ അങ്ങനെ, അതിനുശേഷം നമ്മൾ കാണുമ്പോൾ വേറൊരു രീതി. പക്ഷെ സ്മിനു ചേച്ചി അങ്ങനല്ല, എപ്പോഴും ഒരേപോലെ ജീവിതത്തിലാണെങ്കിലും ഇപ്പൊ നമ്മളോട് ഈ 4 പേരും എന്നെ ട്രോളായിരിക്കും. അല്ല, അപ്പൊ അതെങ്ങനെയാണ്, ലൈക്ക് ചേച്ചി ഇങ്ങനെ തന്നെയാണോ മൊത്തത്തിൽ? ഇങ്ങനെയാണ് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് ഏതായിരുന്നു? ഈ സിനിമ ലൊക്കേഷനിൽ ഏറ്റവും ഈ സീനില് സിനിമയിലെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ സസ്പെൻസാ, പറയാൻ പറ്റൂല. ഞാൻ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ആത്മാർത്ഥം കാണിച്ചിട്ട് പണി മേടിച്ചു. എനിക്കട്ടാ അതല്ല, എനിക്കൊന്ന് ഗോളം ആട്ടമൊക്കെ അതിനൊക്കെ ശേഷം മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഗുമസ്തൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. സ്മിനു ചേച്ചി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, സത്യമാണ്.
ബാക്കി കുറച്ച് കാര്യങ്ങൾ ആ ഒരു കോമഡി ഒന്ന് കാണിച്ചു, ചിരിപ്പിക്കുന്നത് കാണിച്ചു. അതെ അല്ല മീൻസ് സിനിമയുടെ ബാക്കിയുള്ള ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ അതായത് ഈ അത് കേട്ടോ, നീ ആ കോമഡി ഒന്ന് കാണിക്കാൻ, ചിരിപ്പിക്കുന്ന കോമഡി ഒന്ന് കാണിക്കണേ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചോദ്യം. പറഞ്ഞു അതിനെ പറ്റിയൊക്കെ ഒന്ന് ചോദിക്കണോ? അതെ ഇൻവെസ്റ്റ് സിനിമയെ കുറിച്ചാണ്. ഫുൾ പോത്തുകറിയും കപ്പയാണ് അപ്പയും മീൻകറിയൊക്കെ. എല്ലാ ഇന്റർവ്യൂ അതാണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു ഗോളം, ആട്ടം ഈ സിനിമകൾക്കൊക്കെ ശേഷം മലയാള സിനിമയിലേക്ക് വരുന്നതാണ്. അപ്പം ഇത് എത്തരത്തിലായിരിക്കും പ്രേക്ഷകരെ എക്സൈറ്റഡ്, ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്ന എത്തരത്തിലായിരിക്കും എക്സൈറ്റഡ് ആക്കുന്നത് ഈ ഒരു മൂവി? അത് ഈ നമ്മൾക്ക് ത്രില്ലർ സിനിമയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു ഓഡിയൻസ് ഉണ്ട്. അതും ചെറിയ പടമാണ് വലിയ പടം എന്നുള്ളതില്ല. കാരണം അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പോകാൻ സാധ്യതയുള്ള, നന്നായി ഓടാൻ സാധ്യതയുള്ള സിനിമയുടെ ഘടത്തിലാണ് ഗുമസ്തൻ എന്ന് പറയുന്ന പടം ഇരിക്കുന്നത്. കാരണം ഇതൊരു ക്വാളിറ്റി ഉള്ള സിനിമയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ കണ്ടു, നമ്മുടെ സിനിമയെ നമുക്ക് ഇഷ്ടമായിരിക്കും, നമ്മളെ പ്രൊമോഷന് വേണ്ടി പറയുന്ന അതൊന്നുമല്ല, നമ്മൾ ഫ്രം മൈ ഹാർട്ട് പറയുന്നത് അത് ഒരു ക്വാളിറ്റിയുള്ള ആളുകൾ കാണാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും. ട്രെയിലർ കണ്ടിരുന്നു മരണമാസമായിരുന്നു. കാരണം റിപ്പീറ്റഡ് ആയിട്ടും ട്രെയിലർ 2-3 തവണയൊക്കെ കണ്ടിരുന്നു. കാരണം അത്ര ഗംഭീരമായിട്ടായിരുന്നു ട്രെയിലറും ഗുമസ്തൻ്റെ വന്നിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരിലേക്കും ഇനി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു മൂവി തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുമസ്തൻ എന്താണെങ്കിലും September 27 ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റ് ചെയ്യും. ഇതിനിടയിൽ കയറി പറയേണ്ട കുറച്ച് ആൾക്കാരുടെ പേരുകളുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അബ്ദു, ഞങ്ങളുടെ ക്യാമറാമാൻ കുഞ്ഞുണ്ണി അല്ലേ, സ്റ്റീഫൻ ദേവസി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിനോയ്, അമൽ. എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ ചേട്ടന്റെ ആണെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു മലയാള സിനിമയിലെ പാട്ട് കൂടിയാണ്. നല്ല പാട്ടുകാരൻ. ഒരാളാണെന്ന് കൈവക്കി ഇല്ല, പുറകിൽ പറഞ്ഞു തരുന്നില്ല കേട്ടോ, ഞങ്ങൾ അല്ലാതെ പറയുന്നത്. റിയാസ്, ഡയറക്ടർ അമല്, അസോസിയേറ്റ് അമല്, പിന്നെ റഹീംക. ടെക്നിക്കൽ സൈഡും എല്ലാം കൊണ്ടും ഗംഭീരമായ ഒരു സിനിമ തന്നെ ആയിരിക്കും. എന്താണ് എനിക്ക് തോന്നുന്നു ബിബിൻ ചേട്ടൻ ഉള്ളതുകൊണ്ട് ആ പാട്ടും നമ്മുടെ നായകനൊരു നായികയും കൂടെ ഉണ്ട് കേട്ടോ. ഒരു പുതുമുഖ നായിക കൂടി ഈ സിനിമയിലൂടെ വരികയാണ്. അപ്പൊ ആളുടെ ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് എന്റെ അല്ല എന്റെ ഞാൻ ബിന്ദുവിനെ ബിബിൻ ചേട്ടന്റെ നായിക തന്നെയാണ്. നമുക്ക് ഇദ്ദേഹത്തിനൊരു നായിക ഉണ്ടെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇവിടെ കൺഫ്യൂഷൻ ആയി നായികയുടെ എത്ര നായികമാരുണ്ടായിരുന്നു? നമ്മൾ ആകെ 2 പേരെ കണ്ടുള്ളൂ. മിനു ചേച്ചി ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ സൈഡ് ഇങ്ങനെ ഞാന് നായികയുടെ കാര്യം പറഞ്ഞപ്പോ കഥയെ നയിക്കുന്നവരാരോ അത് നായകൻ എന്നല്ലേ പറയാ. അപ്പൊ അതൊക്കെ ഇതിലെ എല്ലാവരും നമ്മുടെ ബിന്ദുവിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ ജെയ്സ് നിലത്ത് വീണ് കിടക്കുന്ന ഒരു സീനുണ്ട്. പുള്ളി നിലത്ത് കിടക്കണം. ഈ നിലത്ത് കിടക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരന്റെ ഭാര്യയായിട്ടുള്ള ഈ ബിന്ദു അവിടെ നിന്ന് നടന്നു വരണം. ഒരു 10-20 മീറ്റർ നടന്നു വരാണ്. അപ്പൊ ഈ ആൾക്കാരുടെ കൂടെ നടന്നു വരുന്ന സമയം വരെ ജെയ്സ് കിടക്കണം. ഇപ്പൊ 1 ടേക്കായി 2 ടേക്ക് 4 ടേക്ക് 5 ടേക്കായി. അപ്പൊ അവസാനം പിന്നെ അമല് പറയുന്നുണ്ട്, ഡയറക്ടർ പറയുന്നുണ്ട്, ചേച്ചി കുറച്ചും കൂടി വേഗത്തിലാവും. കാരണം വെച്ചാൽ ഈ വീട്ടിലെ മുമ്പുള്ള ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആകെ ഒരു വല്ലാത്ത പാനിക് സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റിയോ. അപ്പൊ അവസാനം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ വേറൊരു വിളി, പെട്ടെന്ന് നടക്കാൻ പറ. പക്ഷെ ജെയ്സ് നിലത്ത് കിടക്കുക. അപ്പൊ ജെയ്സ് ഇങ്ങനെ തിരിഞ്ഞിട്ട് പെട്ടെന്ന് നടക്കാൻ പറക്കുന്നത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ജയചേട്ടനെ. എന്ത് ബിന്ദുവിനെ വിളിക്കാനോ? അല്ല ജയ്സേട്ടന്റെ അല്ല ജയ്സേട്ടാ, സിക്കാട മൂവിക്ക് ശേഷം ജയ്സേട്ടന്റെ ഒരു മാസ് പെർഫോമൻസ് തന്നെ ആയിരിക്കും ഈ ഒരു ഗുമസ്തനും. കാരണം അല്ല ട്രെയിലർ കണ്ട സമയത്തില്ലേ നമ്മുടെ എഡിറ്റർ സിക്കാട ഇടയ്ക്കിടയ്ക്ക് പറയണ്ടത് അത് അല്ലേ ഗുമസ്തൻ ഉള്ള കാര്യം. നമ്മുടെ ട്രെയിലർ കണ്ട സമയത്തല്ലേ എഡിറ്റർ പറഞ്ഞു, ഇതിനകത്ത് വിജയ് സേതുപതി ഉണ്ടോ? ഗസ്റ്റ് റോളിൽ വിജയ് സേതുപതി ഗുമസ്തന്. എനിക്ക് അത്യാവശ്യമായിട്ട് ജയ്സേട്ടാ അല്ല അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ജയ്സേട്ടന്റെ വിജയ് സേതുപതിക്ക് നല്ലതായിട്ട് മലയാളം അറിയാവോ? ഇല്ലെങ്കിൽ മോള് തുടങ്ങും, കുഴപ്പമില്ല. ഇനി ഇന്റർവ്യൂ കണ്ടിട്ട് അത് പ്രശ്നമാണ്ട.
അല്ല ആര് പറഞ്ഞു വിജയ് സേതുപതി? ഞങ്ങളുടെ എഡിറ്റർ ആ സൈനയിലെ എഡിറ്റർ പറഞ്ഞു വിജയ് സേതുപതി ഗുമസ്തൻ കണ്ടു. ട്രെയിലർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും നമ്മള്. അപ്പം ആ സമയത്ത് ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും ഷാജുവിനോട് അങ്ങനെ ആരോ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഷാജു. അല്ല ലുക്ക് ഉണ്ട് കേട്ടോ, അല്ല, ചെറിയ എല്ലാ പോസ്റ്റിനും മുമ്പിൽ പോയിട്ട് ജയ്സേട്ടൻ തന്നെ പറയുന്നുണ്ട് വിജയ് സേതുപതി. അതെ എന്നെ വിജയ് സേതുപതി. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും സെപ്റ്റംബർ 27 ഗുമസ്തൻ തിയേറ്ററിൽ എത്തുകയാണ്. ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്, തിയേറ്ററിൽ തന്നെ പോയി കാണും. എന്താണെങ്കിലും ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബിബിൻ ചേട്ടൻ നല്ലൊരു സിംഗർ കൂടിയാണ്, നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് അതിന് ഒരു കാര്യം. കാണുന്നതല്ലേ ഒരു ചെറുതായിട്ടൊന്ന് പനിയല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ് ചെറുതായിട്ട്. മക്ബൂൽ പാടും. ചന്തു പാടും. അതെ, ഒരു കാര്യം, ഇത് ചെന്ന് നിങ്ങൾ എല്ലാവരും കാണും, കണ്ടിരിക്കും എന്നൊക്കെ പറയുന്നില്ലേ. അടുത്ത ഇന്റർവ്യൂ വന്നിട്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട് ആ പടം കണ്ട് ഇല്ല കാണാൻ പറ്റിയില്ല സ്ഥിരം. അത് ഈ ഗുമസ്തൻ ഉണ്ടാവരുത്. അതെ, പാടാൻ ആള് വന്നിട്ടുണ്ട്, അത് സ്റ്റീഫൻ പാടാൻ ആള് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ആണോ? അതുകൊണ്ട് പാടത്തില്ലേ? ഏത് പാടും? വെടിക്കെട്ടിലെ പാട്ട് വെടിക്കെട്ടില്ല മതിയോ? വെടിക്കെട്ടിലെ പാട്ട്. ഓക്കെ. ഓക്കെ, ഇന്ദിവരം പോലഴകുള്ളോള്, ഇന്ദ്രധനുസിൽ പിറന്നവള്, കുന്തിരിക്കത്തിൻ മണമുള്ളോള്, ചെഞ്ചുണ്ടി വീതിയും കടിക്കുമ്പോള്, എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, പതങ്കങ്ങൾ അണിഞ്ഞവള്, പാലക്കമോതിരമിട്ടവള്, പാലക്കം പോലെ വെളുത്തവള്, പമുള്ളനെ പോലെ തിളക്കണോള്, എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. താങ്ക് യു സോ മച്ച്. ആ